കഴിഞ്ഞ ദിവസമാണ് ഒരു സർപ്രൈസ് റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത് ഋഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ റിലീസായിരുന്നു. കുറച്ചു നാളായി ഷൂട്ടിംഗ് ഒന്നും പുരോഗമിക്കാത്ത ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടപ്പോൾ ആരാധകരും അതിശയത്തിലായി. അപ്പോൾ എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് മോഹൻലാൽ റിലീസ് തീയതി പുറത്തുവിട്ടപ്പോൾ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, ഇനി കുറച്ച് ഷൂട്ടിങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പിന്നീട് പല മൂവി അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഋഷഭ പ്രതിസന്ധിയിലാണ് എന്ന രീതിയിലാണ് പലരും പറഞ്ഞു വെച്ചത്. എന്നാൽ ഒരു പ്രതിസന്ധിയുമില്ല എന്ന് അടുത്തിടെ ഋഷഭയുടെ സംവിധായകൻ വ്യക്തമാക്കുകയും ചെയ്തു. മോഹൻലാൽ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംവിധായകൻ നന്ദകിഷോർ പറഞ്ഞതായിരുന്നു ഇടയ്ക്ക് മാധ്യമ ശ്രദ്ധ നേടിയത്. ഋഷഭ ഉപേക്ഷിച്ചു എന്ന വാർത്തകൾ സജീവമാകുന്ന വേളയിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം എത്തിയത്. ബജറ്റ് പ്രശ്നം മൂലം ചിത്രം ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ളത് തെറ്റായ പ്രചാരണമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സിനിമയുടെ ചിത്രീകരണം 50% പൂർത്തിയായെന്നും VFXന് പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കും ഋഷഭയെന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. നേരത്തെ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഈ അപ്ഡേറ്റുകൾ കഴിഞ്ഞ് വേറെ ഒരു അപ്ഡേറ്റും വരാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു. വലിയ ആൾക്കാരാണ് ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത്. അപ്പോഴാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. റിലീസ് തീയതിക്കൊപ്പം തന്നെ ഒരു ഗംഭീര പോസ്റ്റർ കൂടി മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഋഷഭയിലെ മോഹൻലാലിന്റെ ആ ലുക്ക് കണ്ട് ആരാധകരും അതിശയിച്ചു പോയി. ഋഷഭ എത്താൻ പോകുന്നത് 2025 ഒക്ടോബർ 16-നാണ്. 2025-ൽ 5 ഭാഷകളായി പുറത്തിറങ്ങുന്ന മെഗാ ബജറ്റ് ആക്ഷൻ എന്റർടൈനർ ഋഷഭ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ തന്റെ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ഏക്ത കപൂറും കണക്ട് മീഡിയയും ഒക്കെ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു ഹോളിവുഡ് ബന്ധവും ഈ ചിത്രത്തിനുണ്ട്. മൂൺലൈറ്റ്, 3 ബിൽബോർഡ്, ഔട്ട്സൈഡ് എംബിംഗ് തുടങ്ങി പ്രശംസ നേടിയ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട നിക് തെർലോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ടീമിൽ ഉള്ളതും വലിയ അതിശയമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. തെലുങ്ക്, മലയാളം ദ്വിഭാഷാ ചിത്രമായാണ് ഋഷഭ വരുന്നത്. തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നന്ദകിഷോർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ റോഷൻ മേഘ, ഷനായ കപൂർ, സഹ്റായിസ് ഖാൻ, രാഗിണി ത്രിവേദി, ശ്രീകാന്ത് മേഘ എന്നിവരടങ്ങുന്ന ഒരു താരനിരയുണ്ട്. വ്യത്യസ്തമായ കഥ പറയുന്ന ഒരു വ്യത്യസ്ത ചിത്രമാണ് ഋഷഭ. തലമുറകളെ മറികടക്കുന്ന ഒരു ഇതിഹാസ കഥയാണിതെന്നും മോഹൻലാലിനെ ഇതുവരെ കാണാത്ത തരത്തിൽ അവതരിപ്പിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയ്ക്ക് ഇങ്ങനെ ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്. അപ്പോഴാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി മോഹൻലാൽ പ്രഖ്യാപിച്ചതും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാലിന് ഋഷഭയുടെ ഷൂട്ടിംഗ് ഇനി കുറച്ച് തീർക്കാനുണ്ട് എന്ന രീതിയിലാണ്. ആ വാർത്തകൾ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ റിലീസ് പ്രഖ്യാപിച്ചതും. ഇതോടുകൂടി ആ ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടു എന്നാണ് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന വിവരങ്ങളും. എന്തായാലും മോഹൻലാൽ ഋഷഭയുടെ ലൊക്കേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എമ്പുരാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മോഹൻലാൽ ഋഷഭയിലേക്ക് ജോയിൻ ചെയ്യും എന്നാണ് വിവരങ്ങൾ. അടുത്തിടെയാണ് മോഹൻലാൽ എമ്പുരാന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം മോഹൻലാലും പൃഥ്വിരാജും അടങ്ങിയ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എമ്പുരാന്റെ വർക്കുകൾ മോഹൻലാൽ പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഇനി മോഹൻലാൽ ഋഷഭയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്കായിരിക്കും എത്തുക. എന്തായാലും ഒഫീഷ്യൽ തീയതി ഋഷഭയുടേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ഒക്ടോബർ 16-നാണ് ഋഷഭ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഒരു ഗംഭീര പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെ വൈകാരികത കൊണ്ടും VFX കൊണ്ടും മികച്ച ദൃശ്യാനുഭവം ചിത്രം സമ്മാനിക്കുമെന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 200 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ബാലാജി ടെലിഫിലിംസ്, കണക്ട് മീഡിയ, ABS സ്റ്റുഡിയോസ് എന്നിവരുടെ സഹകരണത്തിലാണ് ചിത്രം ഒരുങ്ങുന്നതും. 2025 ഒക്ടോബർ 16-ന് രാജ്യമൊട്ടാകെ റിലീസ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ.